ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കുന്നത്. ഞാൻ കുറച്ച് ഒരു കപ്പ് 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേവിച്ച കടലയാണ് മിക്സ് ചെയ്ത് എടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ച കടലയാണ്, അതുകൊണ്ട് തന്നെ ഈ കടല നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ മട്ടരിയുടെ അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് അവിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹൈ പ്രോട്ടീനും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വെയിറ്റൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത്രേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസിനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നോട്ടിഫിക്കേഷൻ ഒന്നും ആർക്കും കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.